1888 ഓഗസ്റ്റ് മാസത്തിൽ ലണ്ടൻ നഗരത്തിലെ വൈറ്റ് ചാപ്പലിനെ ആകമാനം ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് തുടരെ സ്ത്രീകൾ കൊല്ലപ്പെട്ടു. മരിച്ചവരെല്ലാം വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിച്ചവരായിരുന്നു എന്നതാണ് കൊലപാതകത്തിലെ പ്രത്യേകത. 90കളുടെ തുടക്കത്തിൽ വൈറ്റ് ചാപ്പൽ നഗരം കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നു. ജനസംഖ്യാ വർധനവും തൊഴിലില്ലായ്മയും മൂലം ജനങ്ങൾ വലഞ്ഞിരുന്ന സമയം. ഭൂരിഭാഗം ജനങ്ങളും ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെയാണ് വരുമാനം കണ്ടെത്തിയിരുന്നത്. സ്ത്രീകളാകട്ടെ വേശ്യാവൃത്തിയിലൂടെയും പണം സമ്പാദിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വൈറ്റ് ചാപ്പലിൽ കൊലപാതക പരമ്പര അരങ്ങേറുന്നത്. കൊല്ലപ്പെട്ടവരെല്ലാം സ്ത്രീകളും ആ സ്ത്രീകൾ എല്ലാം തന്നെ വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിച്ചവരുമായിരുന്നു. കൊല ചെയ്ത ശേഷം സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ മുറിച്ചെടുക്കുകയും അവയിൽ ചിലത് പോലീസ് അധികൃതർക്ക് അയച്ചു കൊടുക്കുകയും ബാക്കി ഭാഗം ഞാൻ വറുത്തു തിന്നു എന്ന് കത്തുകൾ എഴുതി പോലീസിന് അയക്കുകയും ചെയ്തിരുന്ന ക്രൂരനായിരുന്നു കൊലപാതകി. ഇരുട്ടിന്റെ മറപറ്റിയായിരുന്നു കൊലപാതകങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകിയെ പറ്റി തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. തെരുവുകളിൽ മരണത്തിന്റെ മണവുമായി നടന്ന കൊലയാളിക്ക് അക്കാലത്ത് മാധ്യമങ്ങളും പോലീസും ഒരുപോലെ നൽകിയ ഓമന പേരായിരുന്നു ജാക്ക് ദ റിപ്പർ. ഭൂഗോളം മുഴുവൻ ഭയന്ന പേര്. കൊലയാളിയെ കുറിച്ച് നിറം പിടിപ്പിച്ചതും അല്ലാത്തതുമായ ധാരാളം കഥകൾ പ്രചരിച്ചു. എങ്കിലും കൊലപാതകങ്ങളുടെ എണ്ണം കൂടിയതല്ലാതെ കൊലയാളി ആരെന്ന് കണ്ടെത്താൻ ഒരു അന്വേഷണത്തിനും കഴിഞ്ഞില്ല. 1883 ഓഗസ്റ്റ് 30 രാത്രി ലണ്ടനിലെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയായിരുന്ന ചാൾസ് ക്രോസ് എന്ന മനുഷ്യൻ. നല്ല ഇരുട്ടായിരുന്നു അന്ന്. ആ ഇരുട്ടിനെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ചാൾസ് നടന്നിരുന്നത്. പെട്ടെന്ന് ടോർച്ചിന്റെ വെട്ടത്തിൽ വഴിയരികിൽ എന്തോ കിടക്കുന്നത് ചാൾസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആ ദിശയിലേക്ക് നടന്നു. ആ വസ്തുവിന്റെ അടുത്തെത്തി ടോർച്ച് തെളിയിച്ച ചാൾസ് ഞെട്ടിപ്പോയി. അതൊരു യുവതിയുടെ മൃതദേഹമായിരുന്നു. വളരെ ക്രൂരമായ രീതിയിലാണ് അവളെ കൊല ചെയ്തിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമായിരുന്നു. അവളുടെ കഴുത്തിലായി വലിയ 2 മുറിവുകൾ ഉണ്ടായിരുന്നു. ഉടനടി ചാൾസ് പോലീസിന് വിവരമറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയും ചെയ്തു. പോലീസ് യുവതിയുടെ മൃതദേഹം വിശദമായി പരിശോധിച്ചു. അവളുടെ മുഖം മുഴുവൻ കത്തിവെച്ച് വരഞ്ഞിരിക്കുന്നു. ദേഹം മുഴുവൻ മുറിവുകൾ ഉണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങൾ ഒന്നും തന്നെ ആ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. അവളുടെ രഹസ്യഭാഗത്ത് കത്തികൊണ്ട് ആഴത്തിൽ മുറിവുണ്ടാക്കിയിരിക്കുന്നു. പോലീസ് അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. വിശദമായ അന്വേഷണത്തിൽ മേരി ആൻ നിക്കോൺസ് എന്ന യുവതിയാണ് അതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. 5 കുട്ടികളുടെ അമ്മയായ അവൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. പോലീസ് കൊലയാളിക്ക് വേണ്ടി വൈറ്റ് ചാപ്പൽ സ്ട്രീറ്റ് മുഴുവൻ തിരഞ്ഞുവെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ് 8 ദിവസങ്ങൾക്ക് ശേഷം ഹാൻബെറി സ്ട്രീറ്റിൽ റോഡരികിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നു എന്ന വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് ആരോ വിളിച്ചു പറഞ്ഞു. പോലീസ് എത്തി പരിശോധിക്കുമ്പോൾ അത് ആനി എന്നൊരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് മനസ്സിലായി. അവളുടെ മൃതദേഹവും കൊലയാളി വികൃതമാക്കിയിരിക്കുന്നു. ശരീരം മുഴുവൻ മുറിവുകൾ ഉണ്ടായിരുന്നു. കഴുത്ത് ഏകദേശം അറ്റ നിലയിലായിരുന്നു. അവളുടെ ശരീരത്തിൽ ഗർഭപാത്രം പോലും കാണാനില്ലായിരുന്നു. ഈ 2 കൊലപാതകങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യതകൾ ഉണ്ടായിരുന്നു. കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിയും ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ മുറിച്ചെടുത്ത രീതിയും എല്ലാം കൂടി കണക്കിലെടുത്ത് കൊലയാളി ഒരു ഡോക്ടർ ആയിരിക്കാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. എന്നാൽ കൊലയാളിയെ കുറിച്ച് കൂടുതൽ സൂചനയൊന്നും പോലീസിന് ലഭിച്ചില്ല. സെപ്റ്റംബർ 28 ആദ്യമായി കൊലയാളി പരോക്ഷമായി തന്റെ പ്രതികരണം അറിയിക്കുന്നത്. സെൻട്രൽ ന്യൂസ് ഏജൻസിക്ക് വിചിത്രമായ ഒരു കത്തെഴുതിക്കൊണ്ടായിരുന്നു കൊലയാളിയുടെ വെളിപ്പെടുത്തൽ. ഡിയർ ബോസ് എന്ന് തുടങ്ങുന്ന കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് കൊണ്ടുപോകുന്നത് എന്ന പോലീസിന്റെ പ്രതികരണം പത്രങ്ങളിൽ വായിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. എന്റെ കയ്യിൽ മൂർച്ചയേറിയ ആയുധങ്ങളുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി വളരെയധികം ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഞാനൊരു ഡോക്ടറാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ മൂലം നിങ്ങൾ എന്റെ പേര് സ്ഥിരമായി കേൾക്കും. ഐ ആം ജാക്ക് ദ റിപ്പർ എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. ആദ്യമായി ലോകം റിപ്പർ എന്ന പേര് കേട്ടറിഞ്ഞു. ആ പേര്
ജനങ്ങൾക്കിടയിൽ ഭയത്തിന്റെ വിത്ത് വിതച്ചു. ജനങ്ങൾ റിപ്പറെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിനിടയിൽ പല കിംവദന്തികളും പരന്നു. പലരും തങ്ങൾ റിപ്പറെ കണ്ടതായി അഭിപ്രായപ്പെട്ടു. ഒരു കോട്ട് ധരിച്ച് റൗണ്ട് ക്യാപ്പും തലയിൽ വെച്ച് തോളിൽ ഒരു കറുത്ത സഞ്ചിയുമായി പലയിടങ്ങളിലും റിപ്പർ സഞ്ചരിച്ചതായി വാർത്തകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു. കറുത്ത ബാഗ് കയ്യിൽ വെക്കുന്നവരെ ജനങ്ങൾ കൂട്ടമായി ആക്രമിച്ചു. വൈറ്റ് ചാപ്പൽ നഗരം യുദ്ധഭൂമി പോലെയായി മാറി. അവിടുത്തെ നിവാസികൾ ഭൂരിഭാഗവും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചില്ല. എന്നാൽ ഈ അടിയും ബഹളവും നടക്കുന്നതിനിടയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റിപ്പർ ഒരു രാത്രിയിൽ 2 കൊലപാതകം നടത്തി. ആദ്യം കൊല്ലപ്പെട്ടത് എലിസബത്ത് എന്നൊരു സ്ത്രീയായിരുന്നു. അവരുടെ കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം പോലീസിന് ലഭിച്ചത്. ഇത് റിപ്പർ ചെയ്ത കൊലയാവില്ല എന്ന് പോലീസ് സംശയിച്ചു. അങ്ങനെ സംശയിക്കാനും ഒരു കാരണമുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കഴുത്തറുത്തു എന്നതൊഴിച്ചാൽ അവരുടെ ശരീരത്തിൽ വേറെ മുറിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ റിപ്പർ നടത്തുന്ന കൊലകളിലെ പോലെ വയറു കീറി ആന്തരിക അവയവങ്ങൾ ഒന്നും തന്നെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലീസ് ആ മൃതദേഹം പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തായി മറ്റൊരു സ്ത്രീ കൂടി കൊല്ലപ്പെട്ടു. കാതറിൻ എന്ന ഒരു സ്ത്രീയായിരുന്നു കൊല്ലപ്പെട്ടത്. വളരെ ക്രൂരമായിട്ടായിരുന്നു അവളെ കൊന്നത്. അവളുടെ കഴുത്തറുത്തിരുന്നു. ശരീരമാസകലം മുറിവേൽപ്പിച്ചിരുന്നു. കണ്ണുകൾ ചൂഴ്ന്നെടുത്ത നിലയിലായിരുന്നു. അവളുടെ ഒരു കിഡ്നിയും വലത്തെ ചെവിയും കാണാനുണ്ടായിരുന്നില്ല. ഏതായാലും പോലീസിന് ഒരു കാര്യം ഉറപ്പായി. 2 കൊലപാതകങ്ങളും ചെയ്തത് ഒരാൾ തന്നെ. റിപ്പർ ആദ്യത്തെ യുവതിയെ കൊലപ്പെടുത്തിയ സമയത്ത് തന്നെ പോലീസ് എത്തിയതുകൊണ്ട് അയാൾക്ക് മൃതദേഹം വികൃതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിലുള്ള നിരാശ തീർക്കാൻ ആയിരിക്കണം തൊട്ടടുത്ത നിമിഷം തന്നെ മറ്റൊരു കൊലപാതകത്തിന് റിപ്പർ മുതിർന്നത്. എന്നാൽ പോലീസിനെയും ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു തെളിവ് അവിടെ നിന്ന് ലഭിച്ചു. ആദ്യം കൊല ചെയ്യപ്പെട്ട യുവതിയുടെ മൃതദേഹം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൃതദേഹത്തിന് അടുത്ത് നിന്നും ഒരു തുണി കഷ്ണം പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ അത് കൊല്ലപ്പെട്ട യുവതിയുടേത് ആയിരുന്നില്ല. ചുറ്റും കൂടി നിന്ന ഏതെങ്കിലും സ്ത്രീകളുടേത് ആയിരിക്കും എന്ന് പോലീസ് ആദ്യം കരുതി. എന്നാൽ കൊല ചെയ്യപ്പെട്ട രണ്ടാമത്തെ യുവതിയെ പരിശോധിച്ചപ്പോൾ പോലീസിന് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായത്. രണ്ടാമതായി കൊല ചെയ്യപ്പെട്ട യുവതിയുടെ വസ്ത്രത്തിന്റെ കഷ്ണമായിരുന്നു അത്. പോലീസ് ആദ്യ യുവതിയുടെ മൃതദേഹം പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ യുവതിയെ കൊല ചെയ്ത റിപ്പർ അവളുടെ വസ്ത്രത്തിൽ നിന്നും ഒരു കഷ്ണം കീറി ഒരു കാഴ്ചക്കാരനായി വന്ന് ആദ്യത്തെ യുവതിയുടെ ശരീരത്തിനടുത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. 2 കൊലപാതകങ്ങളും താൻ തന്നെ ചെയ്തതാണെന്ന് പോലീസിനെയും നാട്ടുകാരെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ജാക്ക് ആ പ്രവൃത്തി ചെയ്തത്. 2 കൊലപാതകവും നടത്തിയത് താൻ തന്നെയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള റിപ്പറുടെ എഴുത്ത് സെൻട്രൽ ന്യൂസ് ഏജൻസിയിൽ അടുത്ത ദിവസം തന്നെ ലഭിക്കുകയുണ്ടായി. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: ഇത്തവണ ഒരു ദിവസത്തിൽ 2 ജോലി പൂർത്തിയാക്കേണ്ടതായി വന്നു. ആദ്യത്തേതിന് വിചാരിച്ച അത്രയും സമയം കിട്ടിയില്ല. പോലീസിന് ഒരു ചെവി അയക്കാം എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. പോലീസിന് ഇടയിൽ നിന്നുകൊണ്ട് അവരെ വെല്ലുവിളിച്ചത് പോലീസിന് വളരെ ക്ഷീണമായി പോയി. പോലീസിന് പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തതിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. ഏതോ ഒരു സൈക്കോ ഡോക്ടറാണ് കൊലപാതകത്തിന്റെ പിറകിൽ എന്നുറപ്പിച്ച പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. വീടുകളിൽ എല്ലാം കയറി അന്വേഷണം നടത്തി. ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. എന്നാൽ ഇതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. പോലീസ് അന്വേഷണം ഊർജമാക്കിയതോടെ റിപ്പർ ഒന്ന് പിൻവാങ്ങി. 1 മാസത്തോളം അയാൾ അനങ്ങിയില്ല. 1 മാസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് വന്നു. കത്തിനൊപ്പം ഒരു പൊതിയും ഉണ്ടായിരുന്നു. പൊതി തുറന്ന പോലീസ് പകച്ചുപോയി. ഏതോ ഒരു മനുഷ്യന്റെ കിഡ്നിയുടെ പകുതി ഭാഗം ആ പൊതിയിൽ ഉണ്ടായിരുന്നു. കത്ത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കിഡ്നിയുടെ പകുതി ഭാഗം ഞാൻ വറുത്തു കഴിച്ചു. വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് 25 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കൂടി ക്രൂരമായി റിപ്പർ കൊല ചെയ്തു. റിപ്പറുടെ കൊലകളിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും ക്രൂരവുമായ കൊലയായിരുന്നു അത്. ആ പെൺകുട്ടി അവളുടെ താമസ സ്ഥലത്ത് മരിച്ചു കിടക്കുന്നതാണ് വീട്ടുടമസ്ഥൻ കണ്ടത്. വീടിന്റെ വാടക പിരിക്കാൻ പോയതായിരുന്നു അയാൾ. തന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ആ കാഴ്ച മറക്കാൻ കഴിയില്ല എന്നാണ് ആ വീട്ടുടമസ്ഥൻ അന്ന് പോലീസിനോട് പറഞ്ഞത്. അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ കാഴ്ച. ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ തൊലി മുഴുവൻ ഉരിച്ചെടുത്ത നിലയിലായിരുന്നു. കഴുത്ത് അറുത്തിട്ടിരിക്കുന്നു. മൂക്കും മാറിടവും വെട്ടിയെടുത്ത് മേശമേൽ വെച്ചിരിക്കുന്നു. വയറ് കുത്തിക്കീറി
ഉടൽ പുറത്തെടുത്ത് ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോയ്ക്ക് മാലയായി ചാർത്തിയിരിക്കുന്നു. ഹൃദയം അവിടെയെങ്ങും കാണാനുണ്ടായിരുന്നില്ല. ഈ ഒരു കൊലപാതകത്തോടെ പോലീസിൽ വൻ അഴിച്ചുപണി നടന്നു. പല ഉദ്യോഗസ്ഥന്മാരുടെയും തൊപ്പി തെറിച്ചു. വെറും 3 മാസം കൊണ്ട് ലോകത്തെയാകെ വിറപ്പിച്ച ജാക്ക് ദ റിപ്പർ ആ യുവതിയുടെ കൊലപാതകത്തോടെ തന്റെ കൊലപാതക പരമ്പര അവസാനിപ്പിച്ചു. പോലീസിന് അയാളെ ഒരിക്കലും കണ്ടെത്താനോ പിടിക്കാനോ കഴിഞ്ഞില്ല.